പ്രതികാരം അത് വീട്ടാനുള്ളതാണ്, അത് മനുഷ്യന് വീട്ടാനുള്ളതാണ്. നിങ്ങളെ ആരെങ്കിലും നശിപ്പിച്ചിട്ട് അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുത്ത് അവരെ എത്തിക്കേണ്ട കടമ അത് നിങ്ങളുടെ തന്നെയാണ്. ഇന്നലെ ബല്ലേറിന എന്ന സിനിമ കണ്ടു. ജോൺ വിക്കിൻ്റെ 5th പാർട്ടായ അന്നാ ഡി ആർമാസ് അഭിനയിച്ച ബല്ലേറിന. അതിൽ അന്നാ ഡി ആർമാസിൻ്റെ ആറ്റിറ്റ്യൂഡ് മിക്കവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതെങ്ങനെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് കൊണ്ടുവരണം എന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരേണ്ടത്? നിങ്ങൾക്കും അതുപോലത്തെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആക്കാൻ കഴിയും? അതിലാദ്യം വേണ്ടത് കോൾഡ് കാൽക്കുലേറ്റഡ് ഫെമിനൈൻ സ്ട്രെങ്ത്. അതിൽ അന്നാ ഡി ആർമാസിന്റെ കണ്ണുകൾ നോക്ക്, ഒരു തരം ഡിറ്റർമിനേഷൻ കാണാം. ഫാമിലി മൊത്തം തകർന്ന് ഉള്ളു പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവൾ കാമായിട്ടിരുന്ന് എല്ലാവരെയും അങ്ങോട്ട് കൊന്നു തള്ളും. ബി റൂത്ത്ലെസ്, ഒരു ദയയും പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ഇമോഷണൽ നമ്പർനെസ് ആണ്. അതിൽ അന്നാ ഡി ആർമാസിന് ഒരു ഗൾട്ട് ഫീൽ ഇല്ല, ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. അതിൽ ജോൺ വിക്ക് എന്ന നായകൻ അവളെ സഹായിക്കാനൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവൾക്ക് ആ സഹായത്തിന്റെ ആവശ്യമില്ല. അവളെ രക്ഷിച്ചതിന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവളോട് കാണിക്കണമില്ല. നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾക്ക് തിരിച്ച് സഹായിക്കാം, അതിലൊരു നന്ദി ഒന്നും നിങ്ങൾ അവിടെ കാണിക്കാൻ പാടില്ല. നിങ്ങൾക്ക് തിരിച്ച് സഹായിക്കാന്നുള്ളൂ. പകരത്തിന് പകരം ഒരു പാലവും ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ